Actually, they are real victims. This is very unfortunate and unconstitutional activity done by the Siddharamaya-led government, Congress-led government. This is quite unfortunate. കർണാടക സർക്കാർ ചെയ്തൊരു മനുഷ്യത്വരഹിതമായ ഒരു ഇൻസിഡന്റിനെ തുടർന്ന് റഹീം ഒരു പത്രപ്രവർത്തകന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുടെ ആദ്യ ഭാഗമാണ് നമ്മൾ കണ്ടത്. ഈ ഭാഗമല്ല കേട്ടോ ട്രോളിങ്ങിന് ഉപയോഗിച്ചത്. അത് നമുക്ക് കണ്ടു നോക്കാം. Can you the government of Karnataka make a audit in Karnataka city? ഈ ഡിസംബർ 22-ന് പുലർച്ചെ അതിരാവിലെ 4 മണിക്ക് കർണാടകയിലെ ബാംഗ്ലൂരിനടുത്തുള്ള യലഹങ്ക എന്ന സ്ഥലത്തിനടുത്തുള്ള 2 ലേ ഔട്ടുകൾ, ഒന്ന് ഫക്കീർ ലേ ഔട്ട്, മറ്റൊന്ന് വാസി ലേ ഔട്ട്. ഈ 2 ചേരിപ്രദേശം പോലെയുള്ള ഒരു സ്ഥലമാണ്. അവിടെ എന്തോ കോറിയോ മറ്റോ നടത്തിയിരുന്ന സ്ഥലമാണെന്ന് പറയുന്നു. അവിടെ ഏതാണ്ട് ഒരു 100-200ഓളം പാവപ്പെട്ട അതിദരിദ്രരായ മനുഷ്യർ കുടിൽ പോലെയുള്ള വീടുകളൊക്കെ വെച്ച് കെട്ടി ഈ ഇഷ്ടിക പോലെയുള്ള സിമെൻറ്റ് ഇഷ്ടികയൊക്കെ വെച്ച് കെട്ടി മറിച്ച് ജീവിക്കുന്ന 100-200ഓളം ഫാമിലി ഉണ്ടായിരുന്നു. ആ 200 ഫാമിലിയിൽ വയസ്സായവരുണ്ട്, കിടപ്പ് രോഗികളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണികളുണ്ട്, സ്ത്രീകളുണ്ട്. അതിരാവിലെ പുലർച്ചെ 4 മണിക്ക് ബുൾഡോസർ ചെന്ന് ഇവരെയെല്ലാം പിടിച്ച് പുറത്തിട്ട് അങ്ങ് ഇടിച്ച് നിരപ്പാക്കി 3-4 മണിക്കൂറുകളെ കൊണ്ട് എന്നൊരു വാർത്ത പുറം ലോകം അറിഞ്ഞതേയില്ല. അത് നമ്മളറിയുന്നത് കേരള മുഖ്യമന്ത്രി ഫേസ്ബുക്കിലോ മറ്റോ ഇട്ടോ ഒരു പോസ്റ്റ് വഴിയാണ് പുറം ലോകം അറിയുന്നത്. അതുവരെ കർണാടകയിലെ ഒരു മാധ്യമങ്ങൾ പോലും ആ പ്രദേശത്ത് ചെല്ലുകയോ ഈ മനുഷ്യരുടെ അവസ്ഥ അറിയുകയോ ചെയ്തില്ല. ഏതാനും മനുഷ്യസ്നേഹികൾ കൊടുത്ത ഈ പുതപ്പ്, ബ്ലാങ്കറ്റ്, കാരണം അതിരാവിലെ ശൈത്യമുള്ളതല്ലേ, കുറച്ച് ഭക്ഷണം, വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കുന്ന വളരെ പാവപ്പെട്ട ഈ മനുഷ്യരെ സഹായിച്ച കുറച്ച് മനുഷ്യസ്നേഹികളുടെ കാരുണ്യത്തിൽ കഴിയുന്ന ആ മനുഷ്യരുടെ കഥ പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. അതനുസരിച്ചിട്ട് പാർട്ടി നിയോഗിച്ചൊരു സംഘത്തിൻ്റെ പ്രതിനിധിയായി എ റഹീം ആ സ്ഥലത്ത് ചെന്ന് ആ മനുഷ്യരെ ചേർത്ത് നിർത്തി അവിടെ ചെന്ന് അവരുടെ സങ്കടങ്ങളെല്ലാം കേട്ട് പത്രപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ചോദ്യം ചോദിച്ചപ്പോൾ മലയാളം മീഡിയസിനോടൊക്കെ വളരെ ഭംഗിയായി അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം കർണാടക അല്ലെങ്കിൽ ആ പ്രദേശത്തെ പത്രപ്രവർത്തകർ റഹീമിന് കന്നഡ അറിയാത്തതുകൊണ്ട് ഇംഗ്ലീഷിൽ ചോദിക്കുകയാണ്. അതിന് അറിയാവുന്ന ഒരുവിധം ഇംഗ്ലീഷിലൊക്കെ റഹീം ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്. പിന്നീട് ഏതോ ഒരു ചോദ്യത്തിന് ഒരല്പം വാക്കുകൾ കിട്ടാതെ തപ്പിത്തടഞ്ഞതാണ് നമ്മുടെ ഈ മലയാളികളായ ചില അല്പന്മാർ കളിയാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്ത് അദ്ദേഹത്തെ പൊതുജന മധ്യത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്കിടയിൽ നാറ്റിക്കുന്നത്. ചില രാഷ്ട്രീയ താല്പര്യം മാത്രമാണ് അവിടെ. ഈ മനുഷ്യരോ പാവപ്പെട്ട മനുഷ്യരോ അവരൊന്നും ഈ മനുഷ്യർക്കൊരു വിഷയമായിരുന്നില്ല എന്നുള്ളതാണ്. അവരുടെ സങ്കടങ്ങളും ഈ കളിയാക്കുന്നവർക്കൊരു വിഷയമായിരുന്നില്ല. അവർക്ക് ഇന്ന് റഹീം കൊടുത്തൊരു മറുപടിയുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. എൻ്റെ ഭാഷാപരമായ പരിമിതിയെ, ഇംഗ്ലീഷിലെ പരിമിതിയെ ഊന്നിക്കൊണ്ട് ട്രോളുന്നവരോട് എനിക്ക് ഒരു വിരോധമില്ല. ഞാനത് മെച്ചപ്പെടുത്താൻ ഇനിയും ശ്രമിക്കും എന്നാണ് എനിക്ക് അവർക്കുൾപ്പെടെ കൊടുക്കാനുള്ള ഉറപ്പ്. പക്ഷേ ഒരു കാര്യം, ഭാഷയല്ലല്ലോ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അതാണ് നമ്മുടെ രാജ്യത്ത് കാണുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാഷ മെച്ചപ്പെടുന്നതുവരെ കാത്തിരുന്നെങ്കിൽ എനിക്ക് ഹരിയാനയിലെ നൂഹിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ കഴിയില്ലായിരുന്നു. എന്നോട് എൻ്റെ പാർട്ടി മണിപ്പൂരിലേക്ക് പോകാൻ പറയുമ്പോൾ മണിപ്പൂരിലെ ജനങ്ങളുടെ അരികിലേക്ക് പോകാൻ ഞാൻ ഭാഷ മെച്ചപ്പെടുത്തിയിട്ട് പോകാം എന്ന് കരുതി ഇരിക്കാൻ കഴിയില്ലല്ലോ. കഷ്ടം. ഈ റഹീമിനെ ട്രോളുന്നവരോട് ഈ റഹീം കൊടുത്ത ഈ മറുപടി കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഒരല്പമെങ്കിലും കുറ്റബോധം തോന്നുമോ എന്ന് പറയാൻ കഴിയില്ല. എന്നാലും അവരോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. 180 വീടുകളിൽ കഴിഞ്ഞിരുന്ന ഏതാണ്ട് 1000-ഓളം വരുന്ന അബലരും കീഴാളരും അശരണരുമായ ആ വീടുകളാണ് ഒരു പുലർച്ചെ 4 മണിക്ക് ഈ കോൺഗ്രസിൻ്റെ സർക്കാർ BJPയെ ഇതുപോലെ UPയിലും മറ്റും അവർ ഇതുപോലെ ബുൾഡോസർ രാജ് നടപ്പിലാക്കിയപ്പോൾ വിമർശിച്ചൊരു പാർട്ടിയുടെ ഗവൺമെൻറ് കർണാടകയിൽ ഒരു പുലർച്ചെ ചെന്ന് അവർക്കൊരു പുനരധിവാസവും നടപ്പിലാക്കാതെ, ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ അവരെ പിടിച്ച് തെരുവിലേക്ക് ഇറക്കി വിട്ടത് എന്നുള്ളത് ഈ കളിയാക്കിയവരെ കാണാതെ പോയതാണ് ഇതിലേറ്റവും വലിയ സങ്കടം. വിവരം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറം ലോകം അറിഞ്ഞിരുന്നില്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിലോ മറ്റോ ഒരു പോസ്റ്റ് ഇടുമ്പോഴാണ് ഈ വിവരമറിയുന്നത്. BJPയും കോൺഗ്രസും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് കേരള മുഖ്യമന്ത്രി രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയായിരിക്കാം അദ്ദേഹം ചോദിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെയും ഈ മനുഷ്യൻ്റെ
വേദന എല്ലായിടത്തും ഒന്ന് തന്നെയാണല്ലോ. അതുകൊണ്ട് അപ്പോഴാണ് ഈ ലോകം അറിയുന്നത്. അതനുസരിച്ചിട്ടാണ് റഹീമിനെ പാർട്ടിയോ DYFO ഒക്കെ ചുമതലപ്പെടുത്തിയ പ്രകാരം അവിടെ ചെല്ലുന്നതും ആ മനുഷ്യരുടെ കഥ പുറം ലോകത്തേക്ക് എറിയുന്നതും. ഈ പത്രമാധ്യമങ്ങൾ മലയാള മാധ്യമങ്ങളൊക്കെ അങ്ങോട്ട് ഓടുകയാണ്, തിരക്കിട്ട് ഓടുകയാണ്. അവരിവിടെ സ്വർണ്ണക്കൊള്ളയും അല്ലെങ്കിൽ ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും മറ്റുമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരുന്നതുകൊണ്ട് കർണാടകയിലെ വിവരമൊന്നും അറിഞ്ഞിരുന്നില്ല. അവർ നമ്മുടെ ഒരു ലോറി പോയപ്പോൾ, കർണാടകയിലെ ലോറി പോയപ്പോൾ മാസങ്ങളോളം അവിടെ തമ്പടിച്ച് റിപ്പോർട്ട് ചെയ്തവരാണ്. ഇപ്പോൾ അവർ അവിടേക്ക് ഓടിച്ചെന്നിട്ടുണ്ട് മാധ്യമങ്ങൾ. എന്തായാലും ഈ വിവരം ലോകം അറിയുന്നു. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു, അവരെ പുനരധിവസിപ്പിക്കുമെന്ന് പറയുന്നു. അവർക്ക് എന്തെല്ലാം സൗകര്യങ്ങളാണ് ചെയ്തു കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ ഇടതുപക്ഷം അത് മുതലെടുത്താലോ എന്ന് ഭയന്നുകൊണ്ട് ഇപ്പോൾ എന്തു വേണമെങ്കിൽ ചെയ്യാം എന്നുള്ള മട്ടിൽ ഈ കോൺഗ്രസ്സുകാർ ഓടുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. BJP പോലും, പ്രതിപക്ഷ കക്ഷിയായ BJP പോലും ഇതിനെ എതിർക്കുന്നില്ല അവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തി കോൺഗ്രസ്സുകാർ തന്നെ, കോൺഗ്രസ് ഗവൺമെൻറ്റിനെ കൊണ്ട് തന്നെ വളരെ ഈസിയായി ചെയ്യിപ്പിച്ചു എന്നുള്ള ഒരു സന്തോഷത്തിലാണ്. എന്താണ് ഈ AICCക്ക് ഇവിടെ കാര്യം, കേന്ദ്ര നേതൃത്വത്തിന് എന്താണ് ഇവിടെ കാര്യമെന്നാണ്. കാരണം വളരെ വിലപിടിപ്പുള്ള എന്തോ ഒരു ബൈപ്പാസോ മറ്റോ വരുന്നുണ്ട് അവിടെ റിയൽ എസ്റ്റേറ്റ് മാഫിയയ്ക്ക് വേണ്ടിയിട്ട് ഈ സർക്കാർ. കാരണം കർണാടകത്തിലെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് മാഫിയയാണ് അവിടെ. കാരണം വലിയ കോറികളുള്ള സ്ഥലമാണ് ഈ കർണാടക സംസ്ഥാനത്ത്. അവിടുത്തെ പല രാഷ്ട്രീയക്കാരുടെയും ഉപജീവനം എന്ന് പറയുന്നത് തന്നെ ഇതിനെ ആശ്രയിച്ചാണ്, ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയെ ആശ്രയിച്ചാണെന്നൊക്കെയാണ് പുറം ലോകം അറിയുന്നത്. അതാണത്തെ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ നിശ്ചയിക്കുന്നത് പോലും. അവർ നിശ്ചയിക്കുന്നത് പോലെ അവിടെ ആര് ഭരിക്കണമെന്ന് പോലും അറിയുന്നു. അതിൽ ഈ BJPയും കോൺഗ്രസും തമ്മിൽ പ്രത്യേകിച്ച് വലിയ കളർ വ്യത്യാസമൊന്നും ഇല്ലെന്നാണ് അവിടുത്തെ രാഷ്ട്രീയം അറിയുന്നവർ പറയുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, റഹീം അവിടെ ചെന്ന് ആ മനുഷ്യരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, അതിൽ പരിചയപ്പെട്ട ആ മനുഷ്യരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഏതാണ്ട് 10 130 കുടുംബങ്ങൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരാണ്. എന്തോ ഫക്കീർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. അവർ ഈ പള്ളികളുടെയൊക്കെ മുന്നിൽ ചെന്ന് ഈ ചില പാട്ടുകളൊക്കെ പാടി അവർ കൊടുക്കുന്ന ഈ ഭിക്ഷാടനം പോലെ എന്നൊക്കെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അവരുടെ ഭാഷയിൽ. അവർ കൊടുക്കുന്ന തുച്ഛമായ തുക കൊണ്ട് കുടുംബജീവിതം നയിക്കുന്നവർ, അതല്ലെങ്കിൽ പിന്നീട് ദളിത് വിഭാഗത്തിൽപ്പെട്ടവർ 10-30 ദളിത് കുടുംബങ്ങളാണ് അത്രേ. വളരെ കീഴാളരായ എന്ന് പറഞ്ഞാൽ വീട്ടു ജോലിക്കൊക്കെ പോയോ അല്ലെങ്കിൽ തയ്യൽ ജോലി, ചെറിയ ചെറിയ ജോലികളൊക്കെ പോയി ജീവിക്കുന്ന കുടുംബങ്ങളാണ്. ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് അവിടെയുള്ളത്. അത്തരക്കാരോട് ചോദിക്കാനും പറയാനും ആരുമില്ലാത്തവരുടെ വീടുകളിലേക്ക് ഇടിച്ചു നിരത്താനായിട്ട് വളരെ കാലത്ത് 4 മണിക്ക്, ഇനി കയ്യേറിയ ഭൂമിയാണെങ്കിൽ പോലും മനുഷ്യനാണല്ലോ, ഈ ഭൂമി ആർക്കെങ്കിലും ദൈവം തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? ഭൂമി ഏതെങ്കിലും ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ഇത് ഇന്ന സവർണർക്ക് മാത്രമുള്ളതാണ്, മുതലാളിമാർക്കുള്ളതാണ്, ഇത് കോറി മുതലാളിമാർക്കുള്ളതാണെന്ന് ദൈവം എഴുതി കൊടുത്തതാണോ ഈ ഭൂമി? ഈ ജീവജാലങ്ങളൊക്കെ അങ്ങനെ ഏതെങ്കിലും മനുഷ്യനൊഴിച്ച് ഏത് ജീവജാലങ്ങളാണ് ഇവിടെ വളച്ചു കിട്ടി ജീവിച്ച് ഏക്കർ കണക്കിന് ആധാരങ്ങളോ ഒക്കെ ഉണ്ടാക്കി കൈവശപ്പെടുത്തി ഇതാണ് ഞാൻ താമസിക്കുന്ന ഭൂമിയുടെ ആധാരം എന്ന് കഴിയുന്ന ഏത് ജീവജാലമുള്ള ബന്ധം? അപ്പം മനുഷ്യനാണ് ചൂഷണം ചെയ്യുന്നത്. പരസ്പരം അവൻ കയ്യുക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ്. അങ്ങനെ വളരെ അബലരായ, അശരണരായ, ഒരു കഴിവുമില്ലാത്ത കുറേ മനുഷ്യർ ഒരു പ്രദേശത്ത് എവിടെയോ ഒരു സിറ്റിയിൽ കുറച്ച് അവനവൻ്റെ ജീവിതോപാധി കഴിക്കാം എന്നുള്ള ആശയിൽ അവിടെ ചെന്നുകൂടിയിട്ട് മറ്റുള്ളവരുടെ വീട്ടുകളിലെ ദാസ്യപ്പണിയെടുത്ത് കഴിയുന്ന ആ വിഭാഗത്തെ ഇനി ടൗണിൽ നിന്ന് വളരെ ദൂരേക്ക് മാറ്റിയിട്ട് അവരെ എന്ത് ചെയ്യപ്പെടും? അവർ ഇത്രയും കാലം ജീവിച്ചിരുന്ന സൗകര്യങ്ങളിൽ നിന്നെല്ലാം അവർ പറിച്ചു നടപ്പപ്പെട്ട് അവരുടെ ജീവിതം തന്നെ കുട്ടിച്ചോറായി പോകുന്ന ഒരവസ്ഥയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ റിയൽ എസ്റ്റേറ്റ് മേഖല ഈ കണ്ണായ സ്ഥലം കൈവശപ്പെടുത്തുകയും അവിടെ വലിയ ഫ്ലാറ്റ് സമുച്ചയങ്ങളും വലിയ കോടിക്കണക്കിന് രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടവും നടക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലെ രാഷ്ട്രീയമെന്നാണ് ചിലർ പറയുന്നത്. അവിടേക്കാണ് റഹീം എന്ന ഈ ഇംഗ്ലീഷിൽ വലിയ പരിജ്ഞാനമില്ലാത്ത സാധാരണ ഒരു പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിനോട് വിയോജിപ്പോ ഉണ്ടാവട്ടെ, അതേ അല്ല ഇവിടെ വിഷയം. പക്ഷെ അവിടെ ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരുടെ സങ്കടങ്ങൾ കേട്ട് അത് ലോകത്തിനോട് വിളിച്ചു പറഞ്ഞ് അവർക്ക് നാളെ ഒരു കിടപ്പാടമുണ്ടാകാൻ സൗകര്യമുണ്ടായെങ്കിൽ, അതിന് കാരണക്കാരനായെങ്കിൽ, അയാളുടെ ഭാഷാ നൈപുണ്യത്തെ കളിയാക്കുന്ന ഈ മനുഷ്യരുടെ
ഇംഗ്ലീഷിന് എത്രമാത്രം പരിജ്ഞാനമുണ്ടെന്ന് അവരോട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറയുമ്പോഴേ അറിയുള്ളൂ. അല്ലെങ്കിൽ അവരുടെ മുൻതലമുറക്കാർ, അവരുടെ നമുക്ക് പറയാൻ പറ്റുമോ, അച്ഛനോ അമ്മയോ മുതുമുത്തച്ഛനോ അക്ഷരങ്ങൾ പോലും കൂട്ടി എഴുതാൻ അറിയാതിരുന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടാണ് അക്ഷരം വന്നതും പഠിച്ചതും ഭാഷകൾ എല്ലാം കൈകാര്യം ചെയ്യാൻ പഠിച്ചതും. ഈ ലോകത്തിലെ പല ഉന്നത ലോക നേതാക്കൾക്കും ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാനേ അറിയില്ല. നമ്മുടെ പ്രധാനമന്ത്രി പോയാലും വിദേശത്തൊക്കെ പോയാൽ പലപ്പോഴും ഹിന്ദിയിൽ സംസാരിക്കുന്നത് കാണാം. അപ്പോൾ അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ടായിരിക്കില്ല, അദ്ദേഹത്തിന് വളരെ ഫ്ലുവൻ്റായ ഒരു ഭാഷയിൽ സംസാരിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. അതുപോലെ റഹീമിന് മലയാളം നന്നായി പറയാൻ അറിയാവുന്നത് അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ഇംഗ്ലീഷിൽ ചോദിച്ചാലും എന്താണ് ഇയാൾ ചോദിക്കുന്നത് എന്നുള്ളതിന് മലയാളത്തിൽ ഉത്തരം പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ മുഖ്യമന്ത്രി പോലും അങ്ങനെ പലപ്പോഴും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നരേന്ദ്രമോദി ഇവിടെ വന്ന മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഏതെങ്കിലും പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിൽ വന്ന് ജയിച്ചു പോയി മാന്യന്മാരായി ഇവിടുന്ന് പോയിട്ടുണ്ടല്ലോ, അവരിവിടെ വന്നാൽ മലയാളികളോട് മലയാളത്തിലാണോ സംസാരിക്കുന്നത്? അതിനപ്പുറത്ത് തർജ്ജമ ചെയ്യാനും മൊഴി മാറ്റാനുമായിട്ട് ഒരാളെ അവിടെ നിർത്തി അവർ മലയാളികളോട് മലയാളത്തിൽ സംസാരിക്കുന്നത് ഇവിടുത്തെ മലയാളികൾക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ അറിയില്ല എന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ടല്ലേ? അപ്പോൾ ഈ ഭാഷ അറിയാത്തതൊരു തെറ്റല്ല, ഒരു ന്യൂനത. മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിലെ ഒരു കഴിവില്ലായ്മയെ കളിയാക്കുന്നത് ഏറ്റവും വലിയ അല്പത്തരവും ചെറ്റത്തരവുമാണെന്ന് പറയാതെ വയ്യ. അത്തരം ഈ വൃത്തികേട് കാണിക്കുന്നതിൽ ഒന്നാമൻ മലയാളിയാണെന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇനി കളിയാക്കിയവർക്കൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് എ റഹീമിൻ്റെ രാഷ്ട്രീയത്തെ കളിയാക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ്റെ വിദ്യാഭ്യാസമില്ലായ്മയെ അല്ലെങ്കിൽ അവൻ്റെ ഒരു ഭാഷ അറിവില്ലായ്മയെ, ഈ ലോകത്തിലെ സകല ഭാഷകളും അറിയുന്നവരാണോ എല്ലാ മനുഷ്യരും? അറിയേയില്ല. പല ഭാഷകളും കൈകാര്യം ചെയ്യാൻ അറിയുന്നവർ ഒരിക്കലും മറ്റൊരു ഭാഷ അറിയാത്തവനെ കളിയാക്കുകയില്ല. നരസിംഹറാവുവിന് ഒരുപാട് ഭാഷകൾ അറിയാമായിരുന്നു, പക്ഷെ ആ ഒരു മനുഷ്യൻ ഏതെങ്കിലും ഭാഷകൾ അറിയാത്തവരെ കളിയാക്കിയതായി നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെയാണ് ലോകത്തിൽ. ഇനി സംസാരശേഷിയില്ലാത്ത മനുഷ്യർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആംഗ്യ ഭാഷയിലല്ലേ? അപ്പോൾ അവനവൻ്റെ ഉള്ളിലെ വിചാരങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി മാത്രമാണ് ഭാഷ എന്ന ഒരു സാമാന്യ ജ്ഞാനം പോലും ഇല്ലാത്ത അല്പബുദ്ധികളും ഈ വിവരം കെട്ടവരും ഈ വാക്കുപയോഗിക്കാൻ തോന്നുന്നുണ്ട്. അത് പറയുന്ന ഒരു മര്യാദയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മളിവിടെ പറയാത്തത്. ഇനിമേലാൽ ദയവീതി മലയാളികൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഭാഷാ പരിജ്ഞാനത്തെ, അറിവില്ലായ്മ അല്ലെങ്കിൽ അവൻ്റെ ശരീരത്തിൻ്റെ ന്യൂനതകളെ അല്ലെങ്കിൽ വിക്കുപോലെയുള്ള കാര്യങ്ങളെ, ഏതെങ്കിലും കഴിവില്ലായ്മയെ കളിയാക്കുന്നത് പാടില്ല. ട്രോള് ചെയ്യാം, നമുക്കൊരു ആശയത്തെ ട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീഴ്ചയെ ട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയത്തെ ട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഡബിൾ സ്റ്റാൻഡേർഡ് ട്രോൾ ചെയ്യാം. പക്ഷേ ഇത്തരം വൃത്തികേട് ചെയ്യരുത്. ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരു മനുഷ്യൻ ചെന്നപ്പോൾ അവിടുത്തെ മനുഷ്യരുടെ സങ്കടം കേൾക്കാൻ റഹീമിന് ഇംഗ്ലീഷ് ഭാഷയുടെ ആവശ്യമുണ്ടായിരുന്നില്ല. അവിടെ റഹീമിനോട് സംസാരിച്ച ഒരാൾക്കും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു, മലയാളം പോലും അറിയില്ലായിരുന്നു. അവർക്കറിയാവുന്ന ഭാഷയിൽ ഈ റഹീമിനോട് സംസാരിച്ചപ്പോൾ അവരെ സങ്കടങ്ങൾ മനസ്സിലായി. അത് നിങ്ങൾ ആ വീഡിയോൻ്റെ കുറച്ച് ഭാഗം കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുശേഷം ഈ കളിയാക്കുന്നവരുടെ രാഷ്ട്രീയം ഏതാണ്ടിന്നതായിരിക്കുമെന്ന് ഞാൻ ഒരു 2 വീഡിയോ ശകലങ്ങൾ കാണിച്ചു തരാം. ആ വീഡിയോ ശകലങ്ങൾ ഈ ഭാഷയെ കളിയാക്കിയേക്കാൾ ഏറ്റവും കുറ്റകരമായ ഈ നമ്മുടെ ദേശീയതയെ പോലും കളിയാക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനൊരു മറുപടി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറുപടി പറയാനാകും, അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ഇതിനകത്ത് മറുപടി പറയണം എന്ന ഒരു വിനീതമായ അപേക്ഷയുണ്ട്. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. जनगण मंगलदायक जय हे. ഒരു മിനിറ്റ്, അവിടെ CD राष्ट्रगान शुरू करेंगे. जनगण मंगलदायक जय हे भाग्य विदायक द्रविड उत्कल गंगा विंध्य हिमाचल यमुना गंगा उच्चल जल चिदरंगा.